നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മ അനുഭവിച്ച ത്യാഗത്തേക്കാൾ, നമ്മുടെ ഉപ്പ അനുഭവിച്ച ത്യാഗത്തേക്കാൾ വലിയ ത്യാഗങ്ങൾ നമുക്ക് വേണ്ടി സഹിച്ച ആളാണ്. ഉമ്മയും വാപ്പയും നമ്മുടെ വിഷയത്തിൽ കാണിച്ച കരുണയേക്കാൾ വലിയ കരുണ കാണിച്ച മഹാനുഭാവനാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആമുഖമായിക്കൊണ്ട് ഓതിവെച്ച സൂറത്ത് തൗബയിലെ 128 റബ്ബ് പറഞ്ഞ സത്യം അതാണ്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. കൂട്ടരെ, നിങ്ങളുടെ കൂട്ടം നിങ്ങൾക്കൊരു റസൂൽ വന്നിട്ടുണ്ട്. അള്ളാഹ് പരിചയപ്പെടുത്താൻ ആ റസൂലിനെ കുറിച്ചിട്ട്. എന്താ ആ റസൂലിന്റെ പ്രത്യേകത? അസീസും അലൈഹി മാ അനിത്തും. നിങ്ങൾ കഷ്ടതകൾ ബാധിക്കുന്നത് ഒരിക്കലും ആഗ്രഹിക്കാത്തവരാണ്. ഹരീസും അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളുടെ വിഷയത്തിൽ അതീവ തൽപരനാണ് അദ്ദേഹം. അതേപോലെ തന്നെ അങ്ങേയറ്റം കരുണ കാണിക്കുന്ന മനുഷ്യനാണെന്നാണ്. സഹോദരങ്ങളെ, ആ കരുണയെക്കുറിച്ച് ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മാതാപിതാക്കളെക്കാൾ വലിയ കരുണ നമ്മുടെ വിഷയത്തിൽ പ്രവാചകൻ കാണിച്ചിരുന്നു എന്നാണ്. ഇതിൽ പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ ബോധ്യപ്പെട്ടുകൊള്ളണമെന്നില്ല. ഒരു ചരിത്ര സംഭവമുണ്ട്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി ഒന്ന് മനസ്സ് തട്ടി പ്രാർത്ഥിക്കൂ എന്നാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥന ആരംഭിച്ചു. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ആയിഷ മാ തഖദ്ദമത് മിൻ ദംബിഹാ വമാ തഅഖറത് വമാ അസറത് വമാ അലനത്. അല്ലാഹുവേ, എൻ്റെ ആയിഷക്ക് ചെയ്തു പോയ എല്ലാ പാപങ്ങളും, രഹസ്യമായതും പരസ്യമായതും വലുതും ചെറുതുമായ എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മുടെ ഉമ്മാക്ക് വല്ലാത്ത സന്തോഷമായി. ഉമ്മ ചിരിച്ചിട്ട് നമ്മുടെ പ്രവാചകന്റെ മടിത്തട്ടിലേക്ക് വീണുന്നാണ്. ഇത് കണ്ട സമയത്ത് പ്രവാചകന്റെ ചോദ്യം, അയ്യസുറുക്കി ദുആഇ, ആയിഷോ, നിന്റെ പ്രാർത്ഥന നിനക്ക് വല്ലാതെ സന്തോഷം ഉണ്ടാക്കിയില്ലേ? പ്രവാചകർ, ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? അങ്ങൊന്നല്ലേ പ്രാർത്ഥിച്ചത്? പ്രാർത്ഥിച്ച കാര്യോ എൻ്റെ ലൈഫിൽ വന്നുപോയ എല്ലാ തെറ്റിൽ നിന്നും എന്നെ കഴുകിക്കളയണമെന്നല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ആകത്തുക? അതാണ് എന്നെ ചിരിപ്പിച്ചത് എന്നതാണ്. സന്തോഷത്തിന് ചിരിയാണ്. നമ്മുടെ വിഷയം എവിടെ നിന്നറിയോ? ഇത് പറഞ്ഞു കൊടുത്തിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട് സഹോദര. എന്താ? വല്ലാഹി ആയിഷ, അല്ലാഹു ആണേ സത്യം, ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ, ഇന്നഹാ ലദുആഇ ലി ഉമ്മതി ഫീ കുല്ലി സ്വലാ. എല്ലാ നമസ്കാര വേളകളിലും ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് എന്ന്. ഒരു നോക്ക് കണ്ടിട്ടില്ല പ്രവാചകൻ നമ്മളെ ആരും. പക്ഷെ ഇലാ യൗമിൽ ഖിയാമ വരുന്ന പ്രവാചകന്റെ ഉമ്മത്തിൽ ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാലേ കൂട്ടി പ്രാർത്ഥിച്ചു വെച്ചു എന്ന് പറയുമ്പോൾ, സഹോദര, നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ എല്ലാ ഭക്തിയിലും ഇങ്ങനെ? നമുക്ക് വേണ്ടി നമ്മുടെ പ്രിയതമ ചോദിച്ചിട്ടുണ്ടാവുമോ ഇങ്ങനെ? നമുക്ക് വേണ്ടി നമ്മുടെ കരളിന്റെ കഷ്ണങ്ങളായ മക്കൾ ചോദിച്ചിട്ടുണ്ടോ? നാം ഏറെ ബഹുമാനിക്കുന്ന നമ്മുടെ ഉപ്പയും ഉമ്മയും നമുക്ക് വേണ്ടി ചോദിച്ചിട്ടുണ്ടാവുമോ? ഇല്ല. ലോകത്തിൽ ഒരു പടപ്പില്ല മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴികെ. സഹോദര, ആരാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ? നമുക്ക് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ്! ഫുൾ ടൈം നമ്മളെ പറ്റിയായിരുന്നു ചിന്ത. എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓഫർ കൊടുത്തു. എന്താ ഓഫർ എന്നറിയോ? ഒരു ചാൻസ്. എന്താ ചാൻസ്? ആ ചാൻസ് ഉപയോഗപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന്. ലികുല്ലി നബിയ്യിൻ ദഅവത്തുൻ മുസ്തജാബ. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ റസൂൽ അത് എടുത്തു. അഖ്തബിഉ ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി യൗമൽ ഖിയാമ. എന്നാൽ ഞാൻ എൻ്റെ ചാൻസിനെ പരലോകത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്തിന്? പ്രവാചകർക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ഉമ്മത്തിൻ്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട്. ഉമ്മ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല. നമുക്ക് വേണ്ടി ഒരു കുട്ടിക്കും ഒന്നും ചെയ്തു തരാൻ പറ്റാത്ത കാലത്ത് പരലോകത്തേക്ക് വരുമ്പോൾ ശുപാർശ പറയാൻ വേണ്ടിയിട്ട് ആ അവസരത്തെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിവെച്ചു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി സഹോദര ഇത്രയേറെ ചിന്തിച്ചൊരു മനുഷ്യനുണ്ടെങ്കിൽ അത് പ്രവാചകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പേരുള്ള മനുഷ്യനായിരുന്നു. ആദർശം കിട്ടിയതിനു ശേഷം അവിടുന്ന് അനുഭവിച്ച ത്യാഗങ്ങൾ എത്രയാണ്! എന്തിനാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടികൊണ്ടത്? എന്തിനാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനസികപരമായി ശാരീരികമായി കൊണ്ടും പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്? എന്തിനാ അള്ളാഹിന്റെ റസൂൽ കളിച്ചു വളർന്ന നാട് വിട്ട് ഹൃദയം പറിച്ചു മാറ്റി മറ്റൊരിടത്തേക്ക് പോകേണ്ടി വന്നത്? ഇതുവരെ ഈ ആദർശം കിട്ടാത്ത ഖിയാമത്ത് നാളോളം വരുന്ന ആളുകൾ അവർ നരകത്തിലെത്താൻ പാടില്ല. അവർ നരകത്തിന്റെ കൊള്ളികളായി ജീവിക്കാൻ പാടില്ല. അവർ സ്വർഗീയ വഴികളിൽ ഒരുമിച്ചിരിക്കണം. 1400 മുമ്പ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി ചിന്തിച്ചു. നമുക്ക് ഈ ആദർശം കിട്ടാൻ, നമുക്ക് സ്വർഗ്ഗവഴി ലഭിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് അവിടുത്തെ ജീവിതം മറന്നു, അവിടുത്തെ സുഖങ്ങൾ ത്യജിച്ചു, അവിടുത്തെ എല്ലാവിധ ആഘോഷങ്ങളും മാറ്റിവെച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നിലക്കുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. എങ്കിൽ സഹോദര, ഇതൊക്കെ വെച്ചാലോചിക്കുമ്പോൾ അതിനുള്ളൊരു കൂറ് നമ്മുടെ ജീവിതത്തിലുണ്ടോ? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്ക് വേണ്ടി ഈ കണ്ട ത്യാഗങ്ങളൊക്കെ സഹിച്ചതെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇന്നല്ലെങ്കിൽ നാളെ എന്നെയും നിങ്ങളെയും ആറടി മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാ. ചോദിക്കാതെ പോകുമോ നമ്മളോട്?
ചോദിക്കില്ല സഹോദര, നമ്മളെ പ്രവാചകനെ കാണിച്ചു ചോദിക്കൂലേ? ഇതാരാ ചോദിക്കൂലേ? ആർക്കാ മറുപടി പറയാൻ കഴിയുക? ആർക്കാ മറുപടി പറയാൻ കഴിയുക? കണ്ണടക്കുന്നതിന് മുൻപ് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വേണ്ടി ചെയ്തിരുന്ന സേവനങ്ങൾക്ക് നന്ദി കാണിച്ചവനക്ക് അവിടെ ഉത്തരം പറയാൻ കഴിയുക. റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന് നമുക്ക് എന്തൊക്കെയാ ബാധ്യതകളുണ്ട്? പണ്ഡിതന്മാർ തലനാരിഴ കീറി അതിനെ വിശദീകരിച്ചു. 10ഓളം പ്രധാനപ്പെട്ട ബാധ്യതകൾ പറഞ്ഞു. ഒന്നെന്താണെന്നറിയോ? മഹബ്ബത്തുഹ എന്നാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും പ്രവാചകന്റെ സുന്നത്തിനെയും ഇഷ്ടപ്പെടുക എന്നതാണ്. അള്ളാന്റെ റസൂലിനോടുള്ള പ്രവാചകന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസങ്ങളിലോ റോട്ടിലേക്ക് ഇറങ്ങി എന്തെങ്കിലും ചെയ്തു കൂട്ടലല്ല സഹോദര. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ഞാൻ പഠിപ്പിച്ച ചര്യകളെ ഏറ്റെടുക്കാൻ, അതിനെ സ്നേഹിക്കാൻ, അതിനെ നടപ്പിൽ വരുത്താൻ ആർക്കാണോ കഴിയുക അവനാണ് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നാണ്. അതൊരൽപ്പം ത്യാഗം നിറഞ്ഞ പരിപാടിയാണ്. അതൊരൽപ്പം ക്രൈസിസുള്ള പരിപാടിയാണ്. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചപ്പോൾ, അള്ളാഹ് പറഞ്ഞതുപോലെ ജീവിച്ചപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പല പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ജീവിതം നമ്മളും ജീവിച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്കും ഒരു പക്ഷേ സമൂഹത്തൊന്നും മറ്റൊന്നൊക്കെ ആ നിലക്കുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. പ്രവാചകന് പിടിച്ചെന്ന പോലെ പിടിച്ചു നിൽക്കാൻ കഴിയണം. അവിടുത്തെ ഇഷ്ടമാണ് സഹോദര. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് കഴിയണം. പ്രവാചകനെ ഇഷ്ടപ്പെടാൻ കഴിയണം. ലാ യുക്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഉപ്പയേക്കാൾ, ഉമ്മയേക്കാൾ, മക്കളേക്കാൾ, ഈ ദുനിയാവിലുള്ള മറ്റ് എന്തിനേക്കാൾ ഏറെ ഞാനായിരിക്കണം അവന്റെ കൽബിൽ ഉണ്ടാകേണ്ടത് എന്നാണ്. അപ്പോഴേ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന ദർജയിലേക്ക് നമുക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അത് ആർക്കൊക്കെ വെറുപ്പുണ്ടായാലും, ആർക്കൊക്കെ അത് അലോസരമുണ്ടെങ്കിലും, ആരൊക്കെ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിഷ്ടം, എൻ്റെ റസൂലിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുമെന്നാണ്. കല്യാണ മാമൂലുകൾ ഉണ്ടാകും അല്ലേ? ആളുകൾ പലതും ചെയ്യും. മാറി മാറി വരുന്ന ട്രെൻഡുകളുണ്ട്. ശൈത്വാന്മാർ പലതും ചെയ്തു കൂട്ടും. ട്രെൻഡുകൾ ഇങ്ങനെ മാറി മാറി വരിക. അവിടൊക്കെ ശരിക്കും പിടിച്ചു നിൽക്കാൻ കഴിയണം. ഉച്ചൈസ്വരം പ്രഖ്യാപിക്കാൻ കഴിയണം. എനിക്കൊരു ട്രെൻഡ് ഉണ്ട്. വിശ്വാസി എനിക്കും ഒരു ട്രെൻഡ് ഉണ്ട്. അതെൻ്റെ റസൂൽ പഠിപ്പിച്ചതാ. എൻ്റെ പാൻറ് അതൊരിക്കലും നിര്യാണിക്ക് താഴത്തേക്ക് പോകൂല. കാരണം എൻ്റെ റസൂലിന്റെ കോസ്റ്റ്യൂം അതാ. എൻ്റെ മുടി അതിങ്ങനെ പാറിപ്പറക്കുന്നതല്ല, അത് ഒതുക്കി വെക്കാനുള്ളതാ. എൻ്റെ വസ്ത്രം അതിങ്ങനെ അർദ്ധനഗ്നത കാണിക്കുന്ന സംഗതിയല്ല. ശരീരത്തിന്റെ ആ നിലക്കുള്ള വെടിവും തൊടിപ്പൊക്കെ വാക്കുകളിലേക്ക് പ്രദർശിപ്പിക്കുന്ന രൂപത്തിലല്ല ഞാൻ വസ്ത്രം ധരിക്കുക. എൻ്റെ റസൂൽ എനിക്ക് കാണിച്ചൊരു ഡ്രസ്സ് ഉണ്ട്, അതാ ഞാൻ ധരിക്കുക. അതാണ് നമ്മുടെ ട്രെൻഡ്. അതിൽ പിടിച്ചു നിൽക്കാൻ സഹോദരങ്ങളെ കഴിയണം. നമ്മുടെ സ്വഹാബാക്കളൊക്കെ പ്രവാചകന്റെ ഇഷ്ടത്തെ എത്രത്തോളം മുൻതൂക്കം കൊടുത്തു എന്നൊരു ചരിത്രം ഞാൻ പറയാം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരു പ്രവാചകൻ കൂടി വിരുന്നിന് പോയിക്കുക. അതുവരെ പ്രവാചകൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പേഴ്സണലി ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണമാണ് അവിടെ കൊടുന്നു നോക്കപ്പെട്ടത്. 2 തരം ഭക്ഷണം കൊടുന്നു. അതിലൊന്ന് അനസ് റളിയല്ലാഹു അൻഹു വ്യക്തിപരമായി കൊണ്ട് താല്പര്യമില്ലാത്ത വിഷയമാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിന് അതാണ് ഏറ്റവും ഇഷ്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അത് വെച്ചുകൊടുത്തപ്പോൾ ആദ്യം കഴിച്ചത് അതാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫലം അസൽ ഉഹിബ്ബു അദ്ദുബ്ബാ മിൻ യൗമഇദിൻ. അന്നത്തെ ദിവസം മുതൽ അതുവരെ എൻ്റെ ഇഷ്ടമല്ലാത്ത ആ ഒരു ഭക്ഷണത്തെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. എന്തേ കാരണം? റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് ഇഷ്ടമാണെന്നുള്ളതുകൊണ്ടാണ്. സുന്നത്തിനെ ജീവിപ്പിക്കുകയായിരുന്നു അവരൊക്കെ. സുന്നത്തിനെ ആരെങ്കിലും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അവരെയും ഇഷ്ടപ്പെടണമെന്നാണ്. പ്രവാചകൻ ഇഷ്ടപ്പെടണം, പ്രവാചകന്റെ സുന്നത്തിന് ഇഷ്ടപ്പെടണം. ആ സുന്നത്തിനെ ആരെങ്കിലും അനുധാവനം ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ അവരെയും ഇഷ്ടപ്പെടണം എന്നാണ്. ഒരാൾ താടി നീട്ടി വളർത്തുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ സുന്നത്തിനെ ഹയാത്താക്കിയിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിയെ ഇഷ്ടപ്പെടാൻ കഴിയണമെന്നാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിന്റെ ഒരു ദിശയായി കൊണ്ടുനടക്കുന്ന ആളുകൾ, അവരെ കാണുമ്പോൾ ആ വ്യക്തിയെ കൂടെ ഇഷ്ടപ്പെടണമെന്നാണ്. നമ്മുടെ ഇഷ്ടം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടം അവന്റെ സൗന്ദര്യം നോക്കിയിട്ടായിരിക്കാം. നമ്മൾ അവനുമായി കൊണ്ട് ചെങ്ങാത്തം വെച്ച് പുലർത്തിയാൽ നമുക്കെന്ത് ഭൗതിക ലാഭം എന്ന് നോക്കിയിട്ടായിരിക്കാം. അവന്റെ സാമ്പത്തിക നിലവാരം നോക്കിയിട്ടായിരിക്കാം. അവന്റെ തറവാടിന്റെ മഹത്വം നോക്കിയിട്ടായിരിക്കാം. അല്ല, അതൊന്നുമല്ല ഇഷ്ടത്തിന്റെ മാനദണ്ഡം. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, പ്രവാചകന്റെ സുന്നത്തിനെ ഹയാത്താക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലെങ്കിൽ അവനെ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്നാണ്. അത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ഒന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ വായന എന്താണെന്നറിയോ? തഅലീമുസ് സുന്നഹ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനെ മഹത്വപ്പെടുത്താൻ കഴിയണം. അതിനോട് ഒരു ആദരവ് നമ്മൾ കാണിക്കണമെന്നാണ്. മഹാനായ തബഉത്താബിൽപ്പെട്ട ഹമ്മാദ് ബിൻ സയ്യിദ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു ആയത്ത് ഉദ്ധരിച്ചൊരു സംഭവം പറയുന്നുണ്ട്. എന്താ അറിയോ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി എന്നൊരു ആയത്തുണ്ടല്ലോ. നിങ്ങൾ പ്രവാചകന്റെ സൗണ്ടിനേക്കാൾ നിങ്ങളുടെ സൗണ്ട് ഉയർത്തരുതെന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അറാ, ഞാൻ അഭിപ്രായപ്പെടുന്നു, റഫ്അസ് സൗതി അലൈഹി ബഅദ മൗതിഹി കറഫ്ഇസ് സൗതി അലൈഹി ഫീ ഹയാതിഹി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന് ശേഷവും ഒരാൾ സൗണ്ട് പൊക്കുന്നുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഈ അനാദരവ് കാണിക്കും തുല്യമാണെന്ന്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയാണ്. അതുകൊണ്ട് ഇദാ ഖുരിഅ ഹദീസുഹു, പ്രവാചകന്റെ ഹദീസ് എങ്ങാനും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഓർക്കപ്പെട്ട് കഴിഞ്ഞാൽ, പറയപ്പെട്ട് കഴിഞ്ഞാൽ, വായിക്കപ്പെട്ട് കഴിഞ്ഞാൽ, വജബ അലൈക അൻ തൻസിത ലഹു
കമാ തൻസിതു ലിൽ ഖുർആൻ. ഖുർആൻ എത്രത്തോളം ശ്രദ്ധിച്ച് കേൾക്കാൻ ബാധ്യസ്ഥനാണോ അതേപോലെ തന്നെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം കേൾക്കുമ്പോൾ ഹദീസ് പാരായണം ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമെന്നാണ്. ഒരു പക്ഷേ സൗണ്ട് വേറൊരാളുടെ ഭാഗത്തിലായിരിക്കാം, പക്ഷെ ആശയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവശേഷിച്ച് പോയ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങൾ കേൾക്കണേ. അപ്പോൾ ഒരു ഹദീസ് കേൾക്കുമ്പോൾ പോലും ആ ഹദീസ് കേൾക്കുന്നതിന് എതിരെ നമ്മുടെ സൗണ്ട് വരാൻ പാടില്ലാന്ന്. ആ ആശയത്തിനെതിരെ സംസാരിക്കുന്ന എന്ന് പറഞ്ഞാൽ എത്ര വലിയ സംഭവിക്കും അപ്പോൾ അല്ലേ? ഹദീസിൽ സ്ഥിരപ്പെട്ട ഒരു ആശയത്തിനെതിരെ സംസാരിക്കുക, അത് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാ. പലരും നമ്മൾ ഖുത്ബകൾ കേൾക്കുന്നുണ്ടാവും, ഹദീസുകളുടെ കേൾക്കുന്നുണ്ടാവും. അതിനെതിരെ പ്രവർത്തിക്കുക എന്നത് അതൊരു വലിയ വിരോധാഭാസമാണ്, ഒരു തെറ്റാണ് എന്ന് വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്താണെന്നറിയോ, ഈ ഇഅ്തിഖാദ്, നമുക്കൊരു വിശ്വാസം ഉണ്ടാകണം. അന്നഹൽ ഹിദായത്തു കുല്ലൽ ഹിദായ, അള്ളാന്റെ റസൂലിന്റെ ചര്യയാണ് ഏറ്റവും നല്ല ചര്യ എന്നാണ്. ഫഇന്ന ഖൈറൽ ഹദിയി ഹദിയു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിയുള്ള ആളുകളുണ്ടാവും, ആളുകൾ ലക്ഷങ്ങൾ കൊടുത്തിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിനൊക്കെ പോകാറുണ്ട് അല്ലേ? വലിയ സംഭവമായിക്കൊണ്ട് ഇങ്ങനെ അവതരിപ്പിക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തത്വങ്ങളെക്കാൾ വലുതല്ല പ്രിയപ്പെട്ടവർ അതൊന്നും. ആ സദസ്സിലൊന്നും പോയിരിക്കുന്ന ഒരു ഗൗരവമോ പ്രാധാന്യമോ പലപ്പോഴും പ്രവാചകന്റെ ഹദീസുകൾ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ പരാമർശിക്കപ്പെടുന്ന സദസ്സുകളിൽ ഇല്ല എന്നുള്ളത് തീർത്തൊരു വിരോധാഭാസമാണ്. പ്രവാചകന്റെ അധ്യാപനങ്ങളെക്കാൾ മേൽക്കോയ്മയുള്ള ഒരു വാക്കും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം ആരെങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ അവനെക്കുറിച്ച് റബ്ബ് പറഞ്ഞു, ഫഇല്ലം യസ്തജീബു ലക്, അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ ഫഅലം, നബിയെ നീ മനസ്സിലാക്കിക്കോ, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ തന്നിഷ്ടങ്ങളെ പിൻപറ്റിയ ആളുകളാണ്. എന്നിട്ട് പിന്നെ പടച്ചോൻ പറഞ്ഞു, വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാ, തന്റെ തന്നിഷ്ടങ്ങളെ ഇച്ഛകളെ പിൻപറ്റുന്നവനേക്കാൾ വഴി പിഴച്ചവൻ വേറെ ആരുണ്ട് എന്നാണ്. സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവനേക്കാൾ റൂട്ടുമാടി ഓടുന്നൊരു വാഹനം വേറെ ഇല്ല എന്നാണ്. ആ പോക്ക് അത് നരകത്തിലേക്കാണ് എന്നാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ പഠിപ്പിച്ചത് അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാന ഖുലുഖുഹു അൽ ഖുർആൻ. നല്ല ഭർത്താവാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകന്റെ ജീവിതം എടുക്കുക. നല്ലൊരു ഭാര്യയാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകന്റെ അധ്യാപനങ്ങൾ പരതുക. നല്ലൊരു അധ്യാപകനാകണമെന്ന് ആഗ്രഹമുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതം പരതുക. നല്ലൊരു അയൽവാസിയാകണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ലൊരു മകനാകണമെന്ന് ആഗ്രഹമുണ്ടോ? നല്ലൊരു ഉമ്മയാകണമെന്ന് ആഗ്രഹമുണ്ടോ? ജീവിതത്തിൽ നാം നിർവഹിക്കുന്ന ഏത് റോളുകളാകട്ടെ അവിടെ ഏറ്റവും മികച്ചവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ തപ്പേണ്ടത് പ്രവാചകന്റെ ചരിത്രങ്ങളാണ്, കേൾക്കേണ്ടത് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്, ഉൾക്കൊള്ളേണ്ടത് അവിടുത്തെ ജീവിതമാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനേക്കാൾ മികച്ചതൊന്ന് സഹോദര ദുനിയാവിന്റെ മുകളിൽ ഇല്ല എന്ന ബോധം നമുക്കുണ്ടാകണം. പിന്നെ പറഞ്ഞു, ഇത് കേട്ടോണ്ട് മാത്രം കാര്യമല്ലോ, അത്തസ്ലീമുത്താം, പ്രവാചകനോടുള്ള ബാധ്യതകൾ പെട്ടതാണ് കേൾക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കൊണ്ട് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അവനവനക്ക് ഇഷ്ടമുള്ള എടുക്കുക, ബാക്കിയുള്ള തട്ടലല്ല, പരിപൂർണമായി കൊണ്ടും ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഒരു മദ്ഹബിന്റെ പക്ഷപാതത്തെ പോലും പറ്റൂല എന്നാണ് ആര് പറഞ്ഞു? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഒരു സംഭവം സ്വഹീഹായ ഹദീസിൽ ഉണ്ടെങ്കിൽ അതിനെതിരെ ആരൊക്കെ പറഞ്ഞാലും ലം യകുൻ ലഹു അയ്യദഅഹ ലിഖൗലി അഹദിൻ മിനൻ നാസ്, പ്രവാചകന്റെ അധ്യാപനങ്ങൾക്കെതിരെ ജനങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞു എന്നതുകൊണ്ട് പ്രവാചകന്റെ വാക്കിനെ തട്ടാൻ പാടില്ല എന്നുള്ളതാണ്. ലോകം മുഴുക്ക പ്രവാചകന്റെ വാക്കിനെതിരെ സംസാരിച്ചാലും എന്റെ പ്രവാചകൻ അതിന് നേരെ വിരുദ്ധമായിട്ടാണ് പറഞ്ഞതെന്ന് സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ സഹോദര, ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരും നിനക്കെതിരാണെങ്കിലും നീ നിലകൊള്ളേണ്ടത് അള്ളാന്റെ റസൂലിന്റെ ഹദീസിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ഒരു ബന്ധവും ആ ഒരു ബാധ്യതയും ആ ഒരു കൂറും ആ ഒരു നന്ദിയും നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അൽ ഇസ്തിജാബത്തു ബിലാ തലഖ്, അഥവാ ഒരു കാര്യം കേൾക്കുമ്പോൾ പിന്നെയാകാമെന്ന നിലക്കല്ല, ഉടനെ തന്നെ അതിന് ഉത്തരം കൊടുക്കുക എന്നതാണ്. അള്ളാന്റെ റസൂൽ കൽപ്പന പറഞ്ഞോ അത് ശിരസാ വഹിക്കുക. ഒരു കാര്യം ചെയ്യണ്ടെന്ന് പറഞ്ഞോ കേട്ട മാത്രം ഒഴിവാക്കുക. ചിലപ്പോൾ ഒരു ഖുത്ബക്ക് വന്നിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ നാളിതുവരെ നാം ചെയ്തു വെച്ച ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു തെറ്റ് നമുക്ക് ബോധ്യപ്പെടുക. വാലിഡിറ്റി അന്ന് കഴിഞ്ഞു, ആ ഖുത്ബ കേട്ട അന്ന് തീർന്നു നമുക്കുള്ള ലൈസൻസ്. പിന്നെ നമ്മൾ ഉറച്ചു തീരുമാനിക്കും, ഇല്ല ഇനി ആ വഴിയിലേക്ക് ഞാനില്ല, ഇത്രയും കാലം അറിയാത്തത് കൊണ്ട് അത് ചെയ്തു, ഇനി എൻ്റെ റസൂൽ പറഞ്ഞിടത്തേക്ക് ഞാൻ ഉണ്ടാകും, അവിടെയാണ് എൻ്റെ സുരക്ഷിതത്വം, അവിടെയാണ് എനിക്കുള്ള റഹ്മത്ത്, അവിടെയാണ് എൻ്റെ റബ്ബിൻ്റെ തൃപ്തി, അവിടെയാണ് എനിക്കുള്ള സ്വർഗം എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അല്ലാഹ് പറയാ ലിമാ യുഹ്യീകും, അവിടെയാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതമുള്ളത് എന്നതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്, ഹൗദുൽ കൗസർ കുടിക്കണമെന്ന് ആഗ്രഹിക്കാത്തൊരു വിശ്വാസിയും ഇന്ന് ഈ പള്ളിയിലില്ല. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അല്ലേ? ഹൗദുൽ കൗസറിൽ നിന്നും ഒരിറ്റു വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് പടച്ച് നമുക്ക് തന്നാൽ റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദര, പിന്നെ ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. എങ്കിൽ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി വല്ലാത്തൊരു വർത്തമാനം പറഞ്ഞു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹൗലാനി അളീമാനി,
പ്രവാചകൻക്ക് 2 ഹൗദുണ്ട് എന്നാണ്. 2 ഹൗദുണ്ട് എന്നാണ്. ഒരു ഹൗദിനെ കുറിച്ച് നമുക്കറിയാം, ഹൗദുൽ കൗസറാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഹൗദും ഫി ദുനിയ, ദുനിയാവിൽ പ്രവാചകൻക്കൊരു നമ്മളൊക്കെ പോയി കോരി കുടിക്കേണ്ട ഒരു ഹൗദുണ്ട്. അതേതാ? വഹുവ സുന്നതുഹു വമാ ജാഅ ബിഹി, പ്രവാചകന്റെ ചര്യകളാകുന്ന ഹൗദാണ്. വഹൗദും ഫിൽ ആഖിറ, പരലോകത്തിലെ ഹൗദ് നമുക്കറിയാം. അദ്ദേഹം പറയുന്നു ഫശാരിബൂന മിൻ ഹാദിൽ ഹൗദി ഫി ദുനിയാ, പ്രവാചകന്റെ സുന്നത്താകുന്ന ഹൗദിൽ നിന്നും ആരാണോ കോരിക്കുടിച്ചത്, ഹുമുശാരിബൂന മിൻ ഹൗദി യൗമിൽ ഖിയാമ, നാളെ പരലോകത്തെ ഹൗദിൽ നിന്നും ആ വെള്ളം കോരി കുടിക്കാനുള്ള തൗഫീക്ക് ലഭിക്കപ്പെടുക പ്രവാചകന്റെ സുന്നത്താകുന്ന ഹൗദിൽ നിന്നും വാരി കുടിച്ചവനെന്നാണ്. എന്താ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് സഹോദരങ്ങളെ, അറിഞ്ഞ സുന്നത്തുകൾ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൽ വലിയ താല്പര്യം കാണിക്കുക, കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള താല്പര്യം നമ്മൾ കാണിക്കുക, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. സുന്നത്തിന്റെ വർധനവിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിക്കൊണ്ട് ശ്രദ്ധിക്കുക. പഠന മനോഭാവം നമുക്ക് ഉണ്ടാവുക. നമ്മൾ പകർത്തുക മാത്രമല്ല, അറിയാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടെ ചെയ്യുക. അതും നമ്മുടെ വലിയ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി നടത്തിയ ഈ ത്യാഗങ്ങൾക്കൊക്കെ നന്ദി കാണിക്കുവാനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.